തിരുവനന്തപുരം തുമ്പയിലെ വ്യാജ പാസ്പോർട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന ക്രമക്കേടുകൾ. സിവിൽ പോലീസ് ഓഫീസർ അൻസിലിന്റെ അറിവോടെയാണ് വ്യാജരേഖകൾ നിർമ്മിച്ചത്. പരിശോധന നടത്താതെ പാസ്പോർട്ട് ക്ലിയറൻസ് നൽകിയ അൻസിലിന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. റൌഡി ലിസ്റ്റിൽപ്പെട്ടയാളുടെ പാസ്പോർട്ട് അപേക്ഷ വന്നതോടെയാണ് വിവരം പുറത്തായത്. വ്യാജ ID കാർഡുകൾ നിർമ്മിച്ചത് മണക്കാട് സ്വദേശി കമലേഷ് എന്നാണ് കണ്ടെത്തൽ. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, വലിയ ഒരു തട്ടിപ്പാണല്ലോ ഇത്. എന്തൊക്കെയാണ് വിവരങ്ങൾ ഷഫീദ്? ഉന്മേഷ, ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്ത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഉത്തരവിറക്കിയത്. ഇതിന് പിന്നാലെയാണ് ഈ തുമ്പയിലെ വ്യാജ പാസ്പോർട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത്. അതായത് ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽപ്പെട്ട ഒരാളുടെ അപേക്ഷ തുമ്പ പോലീസ് സ്റ്റേഷൻ പാസ്പോർട്ട് അപേക്ഷ തുമ്പ പോലീസ് സ്റ്റേഷനിലെത്തി. ഇതോടുകൂടിയാണ് പോലീസിന് സംശയം തോന്നിയത്. തുടർന്ന് ഇയാൾ ഒപ്പം സമർപ്പിച്ച തിരിച്ചറിയൽ രേഖകൾ, അതിൽ ID കാർഡ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ചു. IG വ്യാജമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയതോടുകൂടിയാണ് ഈ തട്ടിപ്പിന്റെ ചുരുളഴിഞ്ഞത്. അതിൽ തട്ടിപ്പിൽ ഏറ്റവും കൂടുതൽ കൂട്ടുനിന്നതും ഒത്താശ ചെയ്തതും നേതൃത്വം കൊടുത്തതും തുമ്പ പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPO ആയിട്ടുള്ള അൻസിലാണ് എന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ ഏതാണ്ട് പോലീസ് ഉറപ്പിക്കുന്നു. അതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇയാൾക്കെതിരെ നടപടിയെടുത്തത്. വ്യാജരേഖകൾ നിർമ്മിച്ചതടക്കം CPO അൻസിലിന്റെ അറിവോടുകൂടി എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ. സ്റ്റേഷനിലെത്തുന്ന അപേക്ഷകളിലും അൻസിൽ ഇടപെട്ടു. വെരിഫിക്കേഷൻ പരിശോധനകളില്ലാതെ പാസ്പോർട്ടിന് അനുമതി നൽകി. കൂടാതെ തുമ്പ സ്റ്റേഷനിലെ 20 അപേക്ഷകളിൽ 13 എണ്ണത്തിലും അൻസിലിന്റെ ഇടപെടലുണ്ടെന്ന് അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം വ്യാജ ID കാർഡുകൾ നിർമ്മിച്ചത് മണക്കാട് സ്വദേശി കമലേഷ് ആണെന്നും വ്യാജ പാസ്പോർട്ടിനായി ആളുകളെ സംഘടിപ്പിച്ചത് വർക്കല സ്വദേശി സുനിൽകുമാർ ആണെന്നും ഈ സുനിൽകുമാറിന്റെയും അതേപോലെ തന്നെ സഹായിയായിരുന്ന മണ്ണന്തല സ്വദേശി എഡ്വേർഡിന്റെയും അറസ്റ്റ് ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഈ ശ്രീകാര്യം ഈ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലും ഈ സീനിയർ CPO അൻസിൽ 1 വർഷം പാസ്പോർട്ട് വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്നു. ആ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും ഇപ്പോൾ അന്വേഷണം നടത്തിവരികയാണ്. അൻസിലിന്റെ അറസ്റ്റ് ഉടൻ പോലീസ് രേഖപ്പെടുത്തും. ഈ വ്യാജ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട മുഴുവൻ കേസുകളിലും അൻസിലിനെ പ്രതി ചേർക്കുമെന്നും ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി പോലീസ് അറിയിക്കുന്നുണ്ട്. ഉന്മേഷ്. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.